ഫയൽ തന്റെ മുന്നിലിരിക്കുന്നു. കഴിഞ്ഞ 3 ദിവസം ലീവല്ലേ ഇനിയോ, അതാണ് പ്രശ്നമോ. നാളെ എന്തായാലും വിടാ ഞാൻ. ആ ശരി, എനിക്കറിയാം, സംഭവം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ശരി ശരി. ആ എന്തേ ബാങ്ക് വിളിച്ചാ? അല്ല, ഇതെന്താ എല്ലാരും കൂടെ ഇങ്ങോട്ട് ഓരോരുത്തരായിട്ട് വന്നാൽ മതി. എല്ലാരും ബാക്കിയുള്ളവർ പുറത്ത്. സാറേ, ഞങ്ങള് ഒരു കാര്യത്തിന് വേണ്ടി വന്നാണ് എല്ലാവരും. ഒരു കാര്യത്തിന് ഇത്ര ആൾക്കാരോ? ഇപ്പൊ 2-3 കാര്യം പറയണെങ്കിൽ ഒരു ജാതക ആളുണ്ടാവുമല്ലോ. സാറേ, ഞങ്ങൾ എല്ലാരും ഒരു കുടുംബത്തിലുള്ളതാണ്. എന്താ പ്രശ്നം? എന്താ ഇരിക്കും, ഇങ്ങോട്ടിരിക്കും. പ്രശ്നം പറയും. സാറേ, എന്റെ പേര് പാരിജാതൻ. ഇതെന്റെ മൂത്ത ചേട്ടൻ മന്മഥൻ. ഇത് ഞങ്ങളുടെ ഇളയ പെങ്ങള് മണ്ടോദരി. പിന്നെ ഞങ്ങള് വന്ന കാര്യം എന്താന്ന് വെച്ചാൽ എന്റെ പേരും കൂടി പറയേ. നീ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. എന്റെ പേര് ശീതവൻ. ഇതെന്റെ ഭാര്യ മണ്ടോദരി. അവളുടെ ഭർത്താവാണ് ഞാൻ. നീ വന്ന കാര്യം പറയാം. എന്റെ പൊന്നളിയ ഒന്നും ഒഴിവാക്കലൊന്നും അവസാനിപ്പിക്കും ഇപ്പോഴെങ്കിലോ അതേ പറഞ്ഞേ. അല്ലെ നിങ്ങള് വന്ന കാര്യം പറയും. സാറേ, കഴിഞ്ഞ മാസം 10-ാം തീയതി ഞങ്ങളുടെ അച്ഛൻ മരിച്ചു. അപ്പൊ അച്ഛന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 4-5 ലക്ഷം രൂപ കിടപ്പുണ്ട്. അപ്പൊ ഞങ്ങളിത് എടുക്കാനായിട്ട് ബാങ്കിൽ ചെന്നപ്പോ മാനേജർ പറഞ്ഞു റിലേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വരണമെന്ന്. ഇപ്പൊ നോമിനിനെ വെച്ചിട്ടുണ്ട് അച്ഛൻ? ഏതോ ഓമന? ഓമനല്ല, നോമിനി ഉണ്ടോന്നാ ചോദിക്കണത്. അത് അമ്മയായിരുന്നു. അമ്മേനെ കൊണ്ടിട്ടുണ്ട്. ഈ അമ്മക്ക് നോമിനി എന്ന് പറഞ്ഞിട്ടൊരു പേരുള്ള കാര്യം നീ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അല്ലല്ലോ, കാര്യങ്ങളിലേക്ക് അടക്കുമ്പോ അത് പറയേ. അതെന്താ? ഞാൻ പറയട്ടെ. ഹലോ, ഇവിടെ ഒന്ന് സംസാരിക്കണം. ഞാൻ അമ്മേനെ കൊണ്ടുവരണ്ട കാര്യങ്ങൾ. അത് അമ്മ ആദ്യം മരിച്ചുപോയി സാർ. അപ്പൊ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ആ പൈസ മുഴുവൻ എനിക്ക് എടുത്ത് തന്നേനെ. അത്രയ്ക്ക് താല്പര്യമായിരുന്നു ഇവളോടെ. അല്ല, മരണം വരെ നോക്കിയത് ഇവൾ തന്നെയാണ്. അതെ, മണ്ടൂന്ന് തികച്ച് വിളിക്കില്ലായിരുന്നു. വിളിക്കാതെ വിളിക്കാണ്ടാണ് ചേട്ടൻ കാര്യം പറഞ്ഞു. നോക്കിയതിന് കാര്യമുണ്ട് സാറേ. തറവാട് വീടുണ്ടല്ലോ, ഇവിടെ കല്യാണം കഴിഞ്ഞോടുകൂടി അതൊക്കെ പിടിച്ച് മേടിച്ച് എഴുതി സ്വന്തമാക്കി. എന്നിട്ട് പറഞ്ഞയാള് ഇവിടെ പിടിച്ചു വാങ്ങണത്. അതിലും കൂടുതൽ സ്വത്ത് ഉണ്ടായിരുന്നല്ലോ അച്ഛനെ. അതൊക്കെ എല്ലാരും പങ്കിട്ട് കിടന്ന് അവസാനം ഉണ്ടായിരുന്ന ആ ഒരു ഇത്തിരി സാധനമല്ല ഇപ്പൊ ഞങ്ങൾ മേടിച്ചത്. പിന്നെന്താ? അല്ല, വർത്താനം പറയുമ്പോ എല്ലാം പറയല്ലോ. ഹലോ, ഇത് ഒരു നിങ്ങളെ കുടുംബ പുരാണം കേൾക്കാൻ നിൽക്കല്ല ഞാൻ. എനിക്കിവിടെ വേറെയും പണിയുണ്ട്. അല്ല, അപ്പൊ നിങ്ങക്ക് ശരിക്കും എന്തുട്ടാ പണി? ആരാ ഇയാളെ ശരിക്കും? അയാളൊന്ന് പിടിച്ച് പുറത്താക്കി. വരണ്ടെന്ന് പറഞ്ഞാണ് സാറേ. അപ്പൊ ഇവിടെ എന്തെങ്കിലും ഇങ്ങോട്ടൊന്നും മിണ്ടാണ്ട് നിൽക്കാൻ പറ്റുമോ? കാര്യങ്ങൾ പറയും സാറേ. റിലേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞെങ്കിൽ. ഈ പരേതന്റെ ബന്ധുക്കളാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് റിലേഷൻ സർട്ടിഫിക്കറ്റ്. ഏത് പരേതന്റെ? ഈ മരിച്ചുപോയ ആളുടെ. അത് സദാനന്ദൻ. അല്ല, നിങ്ങൾ ഈ മരിച്ചുപോയ അച്ഛന്റെ പേരെന്താ? സദാനന്ദൻ. അയാളെ പറ്റിയാണല്ലോ ഇപ്പൊ അറിയണത്. അപ്പൊ പിന്നെ ആരാ പരേതൻ? ഇതൊരു കഷ്ടാണ് റബ്ബേക്ക്. അതെ, നിങ്ങൾക്കൊക്കെ കാശ് കിട്ടാൻ വേണ്ടിട്ട് അച്ഛന്റെ പേര് മാറ്റി പറയാൻ അതിനെ എന്നെ കൂട്ടുള്ള കാര്യം ഞാൻ പറയാം. സുഹൃത്തെ, നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കോ? ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചോട്ടെ. അല്ല സാറ് തെറ്റുപറ്റും ഇടപെടണ്ടേ? എന്ത് തെറ്റുപറ്റുന്നത്? പരേതെന്ന് പറഞ്ഞാൽ മരിച്ചു വരാൻ നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ അതിന് 2 സാക്ഷികൾ വേണം. സാക്ഷികളോ? പിന്നെ സാക്ഷികൾ വേണ്ടേ? നിങ്ങളിപ്പോ ഇന്ന് വന്നിട്ട് നിങ്ങൾ 3 മക്കളാന്ന് പറയണത്. നാളെ ഇപ്പൊ വേറൊരാൾ വന്നിട്ട് ഞാൻ മോനാന്ന് പറഞ്ഞാൽ എന്റെ പണി പോവില്ലേ? അങ്ങനെ അവന്റെ ചാപ്പക്കുറ്റി അടിച്ചു പിടിക്കില്ല. ഇല്ല സാറേ, അങ്ങനെ ഒരാൾ വരൂല. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഉറപ്പാണല്ലോ? അപ്പോ ഈ സാക്ഷികൾ എന്ന് പറഞ്ഞത് ഈ പരേതൻ മരിച്ച സമയത്ത് അന്ത്യകർമ്മത്തിൽ പങ്കെടുത്ത ആൾക്കാരായിരിക്കണം. പിന്നെ ഈ പരേതന്റെ വീടുമായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാരായിരിക്കണം. അപ്പൊ മക്കള് നിങ്ങൾ 3 ആൾക്കാര് അല്ലേ? ഞങ്ങൾ 3 പേരേ ഉള്ളൂ. മന്മഥൻ, മണ്ടോദരി, പാരിജാതൻ. മക്കളെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ അതിനകത്ത് പെടൂല. എന്നാലും പെടുത്തണം. നമ്മള് മരുമാനാണ്. ഞാൻ മണ്ടോദരിയുടെ ഭർത്താവാണ് ഞാനേ. അല്ല സുഹൃത്തെ, നിങ്ങൾ എന്തറിഞ്ഞിട്ടാ ഈ വർത്താനം പറയണത്? ഒരു വില്ലേജ് ഓഫീസാണത്. വില്ലേജ് ഓഫീസറാ ഞാൻ. ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ വന്നിട്ട് നിങ്ങളെ പെടുത്തണം എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളി? ഞങ്ങള് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോ ഈ പറഞ്ഞ രേഖകളുണ്ടല്ലോ, അതായിട്ട് സാക്ഷികളായിട്ട് വരിക. വരുമ്പോ ഇയാളെ കൊണ്ടുവരരുത്. ഇയാളെ കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റ് ഞാൻ തരില്ല. ചെല്ലി. അതേ, ഇത് മുറിയാ കൂടണം. നല്ല നീ ശീതളം കൂടെ കിടക്കുള്ളൂ കേട്ടാ. പുറത്തുണ്ട് കേട്ടാ. എന്തിനാ പെങ്ങളെ കൈക്ക് കെട്ടിച്ചു കൊടുത്തു? ചെല്ലി പെൻസിൽ മേടിച്ചോണ്ട്. ചെല്ലി. കുഴപ്പമില്ല, നിങ്ങൾ ചെല്ലിയൊന്ന്. മൊത്തം
ദിവസം അങ്ങോട്ട് പോയി കിട്ടി പടച്ചോനെ. അതെ മന്മഥേട്ടനൊക്കെ അവിടെ അതെ, ഞാൻ അവിടെ ഹരം പിടിച്ച് കളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് കാര്യം തെച്ചാണ് പറഞ്ഞാൽ പോരെ. എന്താ കാര്യം? അതെ, ഒരു കുടുംബ പ്രശ്നമാണ്. അവിടെ വെച്ച് അങ്ങനെ പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇങ്ങ വിളിച്ചത്. എന്താ കാര്യം? ഞാൻ പറയാം. സുഗതൻ ഞങ്ങളുടെ കൂടെ നാളെ ഒന്ന് വില്ലേജ് ഓഫീസ് വരെ വരണം. എന്തിന്? ഒന്നുമില്ല, ഞങ്ങളെ അച്ഛന് 3 മക്കളെ ഉള്ളൂ എന്ന് വില്ലേജ് ഓഫീസറോട് സുഗതനൊന്ന് പറയണം, അത്രേ ഉള്ളൂ. അതെങ്ങനെ? നിങ്ങളുടെ അച്ഛന് 4 മക്കളില്ലേ? അപ്പൊ സത്യശീലിനെ കൂട്ടണ്ടേ? ഏയ് ഇതിപ്പോ ചത്തോ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആർക്കറിയണേ? 10 വർഷമായില്ലേ. തത്വല്ലേന്ന് നമുക്ക് അറിയില്ലല്ലോ ഇപ്പോഴും. അല്ല, ഒരു സാക്ഷി അത്രേ ഉള്ളൂ. ഒരു സാക്ഷി എന്ന് പറഞ്ഞാൽ മതി. എന്താന്ന് വെച്ചാല് അച്ഛന്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ബാക്കിയുണ്ട്, ചെറിയ പൈസ. അപ്പൊ അത് ഞങ്ങൾ 3 മക്കൾ കൊണ്ട് വീതിച്ച് കിട്ടണമെങ്കിൽ ഇപ്പൊ 3 മക്കളെ ഉള്ളൂ എന്ന് സുഗതം പറയുമ്പോ അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ തരും. ശരി, അപ്പൊ ഞാൻ വില്ലേജ് ഓഫീസിൽ വന്നിട്ട് കള്ളം പറയണം? അപ്പൊ ഉള്ളത് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ എന്നാലേ ഞാൻ പല കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വില്ലേജ് ഓഫീസിൽ എന്ന് വരെ ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കള്ളം പറയല്ലോ, ഉള്ള കാര്യല്ലേ പറഞ്ഞേ. ഏട്ടൻ നാട് വിട്ടുപോയിട്ട് ഇപ്പൊ 10-13 കൊല്ലമായില്ലേ. ഞങ്ങൾ ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലവുമില്ല. പിന്നെ ചേട്ടന്റെ പേരും കൂടി ആ സർട്ടിഫിക്കറ്റിൽ എഴുതി വെച്ചാൽ ഒരു ഓഹരി ആർക്കും ഇല്ലാതെ പോകും, വെറുതെ പോകും. ഇതിപ്പോ അച്ഛൻ പണിയെടുത്ത കാശല്ലേ. ഞങ്ങൾ അവകാശികൾക്ക് അത് ഉപകാരപ്പെട്ടെങ്കിൽ. അത് ശരി, അപ്പൊ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് അത് 3 വായിക്കൂലേ? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കിത് 4 വായിക്കാൻ പറ്റും. അല്ല, ഞാൻ കള്ളസാക്ഷി പറയണോണ്ടാണല്ലോ അച്ഛന്റെ കാശ് കിട്ടുന്നത്. അപ്പൊ ഒരു നാട്ടു നടപ്പനുസരിച്ച് അത് 4 നല്ലത്. ഒന്നാമത്തെ മക്കളുടെ അവകാശമൊക്കെ ഒന്ന് വീതിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാക്ഷി പറയാനാണ് ഇപ്പൊ ഈ വിളിച്ചിട്ടുള്ളത്. 2 വഴിയിൽ നിന്ന് കയറി വന്നവർക്കൊക്കെ അവകാശം കൊടുക്കാൻ പറഞ്ഞപ്പോ എന്ത് വർത്തമാനത്? വഴിയിൽ നിന്ന് കയറി വന്ന പറഞ്ഞിട്ടില്ലേ? പിന്നെ മക്കൾ തന്നെ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് കാശ വീഴ്ചോ ഇന്നെന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? അയാള് പറഞ്ഞ കാര്യമായിട്ട് എടുക്കണ്ട സുഗതൻ. സുഗതൻ ഇപ്പോ എന്താ വേണ്ടത്? 4 വായിച്ചിട്ടൊരു പങ്ക് വേണം, അത്രയല്ലേ വേണ്ടു. അച്ഛന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന കാശ് 4 വീതം വെച്ച് കഴിഞ്ഞാൽ ഇത്രേ വരുള്ളൂ. ആ ഒരു തുക ഞാൻ എപ്പോഴും കൈയോടെ തന്നേക്കും. അടാ, അത് മര്യാദ. ഇനിയിപ്പോ ഞാൻ എന്താ ഉണ്ടാവും പറ. അപ്പൊ നാളെ വില്ലേജ് ഓഫീസിൽ വരിക, സാക്ഷി പറയുക. ഓക്കെ, ശരി. അതെ, 10 മണിക്ക് എത്തണേട്ടാ. എവിടെ? അല്ല, വില്ലേജ് ഓഫീസില് നാളെ 10 മണിക്ക്. നാളെയാണ്. രാവിലെ നേരത്തെ നിന്നെ വിളിക്കണം. അത് ഞാൻ വിളിച്ചു 8 മണിക്ക് പിള്ളേര് പറമ്പിൽ കളിക്കാൻ വരാ പറഞ്ഞിട്ട് അത് ഒഴിവാക്കാനാ. പിന്നെ വരുമ്പോ ഇതൊക്കെ എടുത്ത് മാറ്റിയേക്കണേ. അത് കളിക്കുമ്പോ തോൽക്കുമ്പോഴല്ലേ? സുഖിലേ, അതെ, നീ കുണുക്കിന് വേണ്ടട്ടാ, കാശിന് കളിക്ക്. അടിക്ക് 500. സമയത്ത് വരുമോ? സാധനം വരും. അത് കൃഷിയല്ലേ, ഇനി ഒരുത്തനെ കൂടി ഒപ്പിക്കണം. അതല്ലേ. അത് ഇപ്പൊ കൊടുത്തിട്ടുള്ള എത്ര? 2000 ഇയാൾ കണ്ടില്ലേ? ആ 2000 മണ്ടുവിന്റെ അവകാശത്തൊന്നും പിടിക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങളുടെ ആൾക്കാര്, നിങ്ങളുടെ ഇടപാട് അതെല്ലാം ഇത് മൊത്തം മണ്ടുവിന്റെ അതെല്ലാം കുറച്ചിട്ടേ തരുള്ളൂ. അതൊന്നും നടക്കണ കാര്യമല്ല. ഉള്ള കാര്യം പറഞ്ഞാ പിടിക്കാൻ പറ്റില്ല. അതെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചു ചോദിക്കാതെ ഇൻഫർമേഷൻ ഓഫീസറല്ല, വില്ലേജ് ഓഫീസറാ. നിങ്ങൾക്ക് കാര്യങ്ങൾ സാധിക്കാണ്ട് ഇവിടെ വരണം, ഓഫീസിൽ നേരിട്ട് വരണം. വെച്ചോളി. എന്തായിരുന്നു? സാക്ഷി വരാൻ വന്ന ആൾക്കാരാ? ഇരിക്കി. വേണ്ട സാർ, ഞങ്ങൾ ഇവിടെ നടക്കാം. എന്താ പേര്? ഉണ്ണി. ഉണ്ണി? സാർ. നിങ്ങൾ ഈ മരിച്ച ആളായിട്ട് എന്താ ബന്ധം? മരിച്ചോ? ആര് സാർ മരിച്ചു? ഈ മരിച്ചവർക്ക് സാക്ഷി പറയാൻ വന്നല്ലേ നിങ്ങള്? അതെ സാറേ. മരിച്ചയാളെ അറിയില്ലേ? ഓ അതെ സാറേ. ആരാ മരിച്ചത്? സാർ, സാക്ഷി പറയുന്ന ആള് അല്ല, സാക്ഷി ഈ മരിച്ച ആളുടെ പേരറിയോ? സാർ. എന്താണ്? സദാശിവൻ. സദാനന്ദൻ. സദാനന്ദൻ. ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കോ, സദാനന്ദനാണോ സദാശിവനാണോ? സാറേ, അത് ഒരു ചെറിയ 2 വാക്കിന്റെ വ്യത്യാസമായിരുന്നു സാർ. ഈ 2 വാക്കിന്റെ വ്യത്യാസം ഇവിടുത്തെ ഫയലിൽ വരുമ്പോ വലിയ വ്യത്യാസമാവും, അതാ പറയണത്. വലിയ ശരി സാർ. എന്താ എന്റെ പേര്? ആര് സാറേ? എന്റെ പേരെന്താ? എന്റെ പേര് ഉണ്ണി. എവിടെ എന്റെ സ്ഥലം? ഞാൻ കാസർഗോഡ് മഞ്ചേശ്വരത്തിന്. നമ്മളെ കേരളത്തിന്റെ അങ്ങേ അറ്റം. അറ്റത്ത് അല്ല സാറേ, ഒരു 3/4 കിലോമീറ്ററിന്റെ ദൂരമുണ്ട് ഡിഫറൻസ് രണ്ടും കൂടിയിട്ട്. എന്തോ തമാശയൊക്കെയാ? അല്ല സാറേ. അയ്യോ അല്ല. എത്ര മക്കളുണ്ട്? മക്കളില്ല സാറേ. മക്കളില്ലേ? ഇല്ല. സദാനന്ദനാ?
3 മക്കളാണ് സാർ. എന്തൊക്കെയാ 3 മക്കളുടെ പേര്? 3 മക്കളെ പേര്, ഒന്ന് മന്മഥൻ, ആ പിന്നെ പിന്നെ മണ്ടോദരി, പാരിജാതം. പാരിജാതം? പാരിജാതം പാരിജാതം ഒരു പൂവല്ലേ? അതിലെ പൂവിന്റെ പേര് തന്നു മാവന്റെ പേര്. കയ്യൊന്നും കൂടി കാണിക്കും. മണ്ടോദരി, പാരിജാതം. എന്റെ വില്ലേജ് ഓഫീസിൽ കോപ്പി അടിക്കാൻ വന്ന ആണോ? അല്ല സാർ, അത് പേര് എനിക്ക് നമുക്കെപ്പം കിട്ടണമെന്നില്ലോ സാറേ പറയുമ്പോ. അപ്പൊ എഴുതി വെച്ചു. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അന്നപ്പോ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചോണ്ടല്ലോ അഴി എണ്ണു. എന്തിനു സാറേ? കള്ളസാക്ഷി പറയാൻ വന്നേന്. അയ്യോ, കള്ളസാക്ഷിയല്ല, സാക്ഷി പറയാൻ. ഈ സത്യം പറയാ, ആ വീടും കുടുംബക്കാരായിട്ട് എനിക്ക് എന്താ ബന്ധം? ഒരു 500 രൂപേന്റെ ബന്ധേ ഇല്ലു. 500 രൂപ ബന്ധം? എന്താ അത്? അത് സാക്ഷി പറയാൻ പറഞ്ഞു. അപ്പൊ ഒരു 500 രൂപ വന്നു. ഇത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാല് ഞാൻ ഫ്രീ ആയി സാറേ. എന്നാ ചെല്ല്, ആ കൊടുത്ത് ഫ്രീ ആയിക്കാള്. ആ, ഇനി ഇമാരി വേലയായിട്ട് ഇങ്ങോട്ട് വരരുത് കേട്ടോ. ഇല്ല. ഒരു വില്ലേജ് ഓഫീസാ അത്. ഒരിക്കലും വരില്ല. ആ. പറ്റിപ്പോയി സാറേ. ഞാനും അതാ ഓർക്കുന്നു സാറേ, ഞാൻ ഇങ്ങനെ ഒരു ആളെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഓരോരുത്തർ ഇറങ്ങിയേക്കണത്. അതെ അതെ. നിങ്ങളെ പേരെന്താ? സുഗതൻ. നിങ്ങൾക്ക് ഈ കുടുംബത്തിന് അറിയോ? എന്റെ ചെറുപ്പം മുതലേ ഞാൻ ആ വീട്ടിലാണ്. മക്കളൊക്കെ എന്റെ കൂട്ടുകാരാണ്. മരിക്കുമ്പോ ഈ സദാനന്ദന് എത്ര പ്രായമുണ്ട്? അത് കൃത്യമായിട്ട് അറിയില്ല. ഒരു 75-80 വയസ്സിന്റെ ഉള്ളിൽ, 75-76 വയസ്സുണ്ടാവും മരിക്കുമ്പോ. അപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞ ഈ അറിവ് വെച്ചിട്ട് ഞാൻ ഇവർക്ക് റിലേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നാളെ മറ്റന്നാള് വേറൊരാള് വന്നിട്ട് ഞാനും സദാനന്ദന്റെ മോനാണെന്ന് എന്നോട് പറഞ്ഞാല് അഴി എണ്ണേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മരിച്ചുപോയ സദാനന്ദേട്ടന് 4 മക്കളുണ്ട്. മൂത്തൊരു മകൻ സത്യശീലൻ. അച്ഛനായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒരു 11 കൊല്ലം മുമ്പ് നാട് വിട്ടതാ. പിന്നെ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ എന്ന് വീട്ടുകാർക്കും നാട്ടുകാർക്കും ആർക്കും അറിയില്ല. ഇയാള് മിസ്സായിട്ടിട്ട് ഇപ്പൊ എത്ര വർഷം എന്നാ പറഞ്ഞ്? ഒരു 11-12 ഒരു 11 വർഷത്തിന് മേലെയുണ്ട്. ആണല്ലേ? അപ്പൊ കുഴപ്പമില്ല. അതെന്താ സാറേ കുഴപ്പമില്ലാത്ത? അതായത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം ഒരാൾ മിസ്സായിട്ട് 8 വർഷം കഴിഞ്ഞാൽ പിന്നെ അയാളെ പറ്റി യാതൊരു വിവരവും ഇല്ലെങ്കിൽ നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും. അതെവിടുന്ന കിട്ടുക? പഞ്ചായത്ത് നിന്ന്. ഈ സത്യശീലനെ കാണാനായപ്പോ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടാവുമല്ലോ? ഉണ്ട് സാറേ, എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. ഈ സദാനന്ദേട്ടൻ രാഷ്ട്രീയക്കാരെയൊക്കെ കൂട്ടി സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്തു എന്നൊക്കെ ഉള്ളത് നല്ല ഓർമ്മ ഉണ്ട്. അപ്പൊ ഈ പരാതി കൊടുത്ത പേപ്പർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാങ്ങിയിട്ട് RDO ഒക്കെ അപേക്ഷിക്കണം. അപ്പൊ RDO അന്വേഷണം നടത്തും. എന്നിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് മനസ്സിലായാൽ ലോക്കൽ ബോഡിക്ക് ഉത്തരവ് നൽകും. എന്ത് ഉത്തരവ്? ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തോളാൻ പറഞ്ഞിട്ട്. അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് ഇവിടെ കൊണ്ട് തന്നാല് ഈ റിലേഷൻ സർട്ടിഫിക്കറ്റ് ഞാൻ അങ്ങോട്ട് തരും. ഈ വിവരം ഒന്ന് മന്മഥനോട് പറഞ്ഞേക്കണം. അത് ഞാൻ പറയാം സാർ. അപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് പറഞ്ഞ് ഇത് കൊടുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കും. ശരി സാർ. ശരി. ഓ, കണ്ടു വാതിലോർക്കണേ. എടി ഞാൻ പറഞ്ഞല്ലോ നിന്റെ മല്ലിപ്പാട്ടേന്ന് കാശ് എടുക്കാൻ വേണ്ടിട്ടല്ല, അതിന് വേണ്ടിട്ടല്ല. ഞാൻ അതെന്നും പറഞ്ഞ മാതിരിയല്ല. ഒരു 150 ഉറുപ്പിക ഇട്ട് എനിക്കൊരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ആ കാര്യത്തിന് പോവാൻ വേണ്ടിട്ടാണ്. അതാണ് ഈ പറഞ്ഞത്. എന്റെ മല്ലിപ്പാട്ടെ പൈസ ഇല്ല നിങ്ങൾക്ക് ക്വാർട്ടർ അടിക്കാൻ. എന്തെന്നാ നിന്നോട് ഞാൻ പറയേണ്ടത്? ക്വാർട്ടർ അടിക്കാനല്ലാന്ന്. എടി ഇന്നേ വരെ അല്ല, ഇനിയിപ്പോ ഇതൊക്കെ പോട്ടെ, നിന്റെ ഇപ്പം മല്ലിപ്പാട്ടയിൽ പൈസ ഞാൻ എടുക്കാനുമല്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞ നീ വിശ്വസിക്കില്ലല്ലോ. അത് വേണ്ട, പോട്ടെ, സാരില്ല. ഇന്നേ വരെ ഈ നിമിഷം വരെ എന്നാ ചേട്ടാ എന്ന് പറഞ്ഞ ഒരു 100 രൂപയെങ്കിലും ഒരു അണ പൈസ ഒന്ന് എവിടെയെങ്കിലും പോയിട്ടൊന്ന് നന്നായി വാ എന്റെ ചേട്ടനൊരു ഇതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് 1 ഉറുപ്പ്യ നീ തന്നിട്ടുണ്ടേ. പക്ഷെ എങ്ങനെ തരും? കട്ടോണ്ട് പോവല്ലേ എന്റെ മല്ലിപ്പാട്ടേന്ന്? മണ്ടു നീ എന്തൊക്കെ പറഞ്ഞ ആട്ടുകാരി കൂട്ടാ. മലയാളം തന്നെ ഞാൻ പറയണത്. അതല്ലേ ഞാൻ ഈ വാതിൽ അടച്ചിട്ടത്. ആരും കിട്ടിയ കക്കും നാണുണ്ടോ മനുഷ്യനോ? പിന്നെ അല്ലാതെ ഞാനോ? നിന്നോടൊക്കെ വർത്താനം പറയണ ഈ ജാതി സാധനങ്ങളോടൊക്കെ വർത്താനം പറഞ്ഞ എന്നെ വേണമെന്ന് പറയാനായിട്ട്. അല്ലെങ്കിലും നീയും നിന്റെ കുടുംബക്കാരൊക്കെ കണക്കന്നെയാ. നീയും കൊള്ളാം, നിന്റെ ആങ്ങളമാര് തെണ്ടികളുണ്ടല്ലോ അവരും കറക്റ്റാ. എന്താ പെട്ടെന്ന് മുന്നറിയിപ്പൊന്നും ഇല്ലാതെ ബെല്ലും അടിക്കുന്നത് കേട്ടില്ല. ഞാനിപ്പോ പറഞ്ഞത് നാക്കെടുത്തുള്ള നിങ്ങളെ കുറിച്ചിട്ട്. എന്താ പറഞ്ഞറിയാമോ?
ഞാൻ പറഞ്ഞേ അല്ല ഞാൻ പറഞ്ഞു നിന്റെ ആങ്ങളമാരത് ആ സർട്ടിഫിക്കറ്റിനൊക്കെ വേണ്ടി തെണ്ടി തിരിഞ്ഞ ആളൊക്കെ കൊണ്ടുവരുമ്പോ കാശിങ്ങട് തായോ എന്ന് മാത്രം പറയരുതെന്ന് ഞാൻ പറയുന്നു. അല്ല അളിയന് വർത്താനം മാത്രമേ ഉള്ളൂ, ഉള്ളിൽ സ്നേഹമാണ്. നീ കണ്ടു അങ്ങനെ 4 മാസത്തെ പ്രയത്നത്തിന് ശേഷം സത്യേട്ടന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടി കേട്ടോ. കിട്ടിയാ എവിടെ? അപ്പൊ ഇത് ബാങ്കിൽ കൊണ്ട് കൊടുത്ത പൈസ കിട്ടും ഇനി? അത് കൊടുത്താൽ കിട്ടൂല, ഇനിയും കുറച്ച് പണിയുണ്ട് അതിന്റെ പുറകില്. അത് ശരി. നമ്മൾ ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിട്ട് വില്ലേജ് ഓഫീസറുടെ അടുത്ത് കൊടുക്കണം. അപ്പൊ വില്ലേജ് ഓഫീസർ നമ്മുടെ 3 പേരുടെ പേരിൽ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിട്ട് ബാങ്ക് മാനേജർക്ക് കൊടുത്താലേ നമുക്ക് പൈസ കിട്ടുള്ളൂ. ഓ അങ്ങനെയാണെങ്കിൽ മണ്ടുവിന്റെ കാശ് എന്റെ കൈ തന്നാ മതിട്ടാ. അതെ, കാശ് ആരുടെയും കയ്യിലും കാലിലൊന്നും തരൂല. അത് അവരവരുടെ അക്കൗണ്ടിലേക്ക് മാനേജർ തുല്യമായിട്ട് ഇട്ട് തരും. പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾക്ക് അവകാശം കിട്ടണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ ആങ്ങളമാർക്ക് 2 പേർക്ക് അവരവർക്ക് അങ്ങോട്ട് എടുക്കാം. ഇവൾക്ക് കിട്ടുന്ന കാശ് ഞങ്ങൾ 2 ആൾ വേണം പങ്കുവെക്കാൻ. അതെന്തിട്ട് മനസ്സിലാക്കാത്തെ? ഇരിക്കുന്നുണ്ടോ? ഇവിടെ വന്നു കഴിഞ്ഞാണ്ടല്ലോ എനിക്കിത് വേറെ അന്യരുടെ ആരുടെ വീട്ടിൽ വന്ന പോലെയാണ് തോന്നുന്നത്. ചായ വേണ്ട അളിയാ? അല്ല ഇരിക്കി. ഇപ്പൊ അവിടെ നിക്കേ. ആള് മരപ്പട്ടിയാണെങ്കിലും നമ്മുടെ കാര്യം നടക്കണ്ടേ, ഒരു മയത്തിൽ നിൽക്കുക. ചേട്ടാ എന്തോന്നേ എന്തു അന്വേഷിക്കാൻ വന്ന ഇവിടെ? 2 ചായ ഇട്ട് കൊടുക്കണ്ടേ വീട്ടിൽ ആൾക്കാർ വരുമ്പോ? ഞാൻ പറഞ്ഞു ചായ വേണ്ടാന്ന്. ചായനെ തരുന്നു. കൂടുതലൊന്നും പറയണ്ട. ഇനി ഈ വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അറിയാം. ചേട്ടാ എനിക്കൊരു 2 രൂപ തന്നെ. എന്തിനാണ്? അവിടെ ഒരു പിച്ചക്കാരൻ വന്നത്. അയ്യോ ചേഞ്ച് ഒന്നുമില്ല എന്റെ അടുത്ത്. ഏട്ടാ 2 രൂപ. എന്റെ ഉണ്ട്, പക്ഷെ ഞാൻ തരില്ല. ഇപ്പൊ തന്നെ എനിക്ക് ഒരുപാട് തരാണ്ട്. നിന്റെ കെട്ടിയെന്താ നിൽക്കില്ല, അയാളുടെ അടുത്ത് ചോദിക്കും. എന്റെ കൊടുക്കുന്നുണ്ട്. കൊടുക്കൂല. സത്യം പറ. തരാൻ ഇങ്ങോട്ട്. എന്താണ് എന്റെ കൊടുക്കണ്ട? ഇയാളെന്തിനും ഇങ്ങോട്ട് വന്നേ? ആരെങ്കിലും കേറി വന്നാൽ വീട്ടിലുള്ളതൊക്കെ എടുത്ത് അങ്ങോട്ട് കൊടുക്കും. അപ്പൊ ഇതുപോലെ കിടന്ന് ഇറങ്ങും. പുറത്തോട്ട് നിക്കേ. പുറത്തേക്ക് പോട്ടെ. കണ്ടു മോളെ, മന്മതാ കാര്യേ സത്യേട്ടനാണ് അളിയാ? അത് നിങ്ങളുടെ സത്യേട്ടനാ? പക്ഷേ സത്യേട്ടാ നാട് വിട്ടിട്ട് ഞാൻ നേരെ പോയതേ കോയമ്പത്തൂർക്ക്. റോഡിൻ്റെ പണി, ഈ കല്ലുമുട്ടില്ലേ, അങ്ങനെ കല്ലുമുട്ടലും പിന്നെ മെറ്റൽ കോരലൊക്കെ ആയിട്ട് അങ്ങനെ കുറേ കാലം അങ്ങനെ പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇതിൻ്റെ കോൺട്രാക്ടറുടെ ഒരു കൂട്ടുകാരൻ അങ്ങനെ തഞ്ചാവൂർ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് തഞ്ചാവൂർക്ക് കൊണ്ടുപോയി. തഞ്ചാവൂർ പോയതിന് ശേഷം വലിയ കുഴപ്പമില്ല, അവിടെ അത്യാവശ്യം ഒരു നല്ല പണിയും ഇതൊക്കെ കിട്ടി, പിന്നെ ശമ്പളമൊക്കെ ഉണ്ടായി. അപ്പൊ ചേർന്നൊരു കത്ത് എഴുതായിരുന്നില്ല ഇങ്ങോട്ട്? അതൊന്നും ശ്രദ്ധിച്ചില്ല, കുറേ തെറ്റുകൾ പറ്റി. ആ കൂട്ടത്തിൽ അതൊക്കെ അതിൽ വിട്ടു. അവിടെ ഉള്ള സമയത്താണ് കല്യാണമൊക്കെ കഴിഞ്ഞത്. കല്യാണം കഴിച്ചോ? ആ കല്യാണം കഴിച്ചു.
3 നേരം നമുക്ക് ഭക്ഷണം കഴിക്കണല്ലോ. അതിന് കല്യാണം കഴിച്ചു അല്ലേ? 3 നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി കല്യാണം കഴിച്ചു? അല്ല, അതവിടെ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ആ, അപ്പൊ കല്യാണത്തിന് പോവും. ഭക്ഷണത്തിന് അപ്പൊ കല്യാണത്തിന് പോകൂലേ? അപ്പൊ നമ്മളെന്താ പറഞ്ഞത്? മറ്റേ തഞ്ചാവൂർ അവിടെ നമുക്ക് 3 നേരം ഭക്ഷണം കഴിക്കണല്ലോ. അപ്പൊ തൊട്ടപ്പുറത്ത് ഒരു ചായക്കടയുണ്ട്. അപ്പൊ അവിടുന്നാ കഴിക്കല്. അപ്പൊ എന്റെ സ്വഭാവം നന്നായിട്ടാണോ എന്തോ അവർക്ക് എന്തോ തോന്നിയെന്ന് അറിയില്ല. അവർക്കൊരു മകളുണ്ടായിരുന്നു. ആ മകളെ എനിക്ക് കല്യാണം കഴിച്ചു തന്നു. കുട്ടികളൊക്കെ ആയോ? കുട്ടികളുണ്ട്. സെൽവൻ, കമല, ശാന്തി, സുഭ. വലിയ പേരാണല്ലോ. 4 കുട്ടികളുടെ പേരത്. ആ ശരി. അതെ അതെ. അങ്ങനെ ഞങ്ങളൊരു 2 കൊല്ലം മുമ്പ് തഞ്ചാവൂരിൽ നിന്ന് ഇങ്ങോട്ട് പൊള്ളാച്ചിക്ക് താമസം മാറി. അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ഈ താമസം. അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ലോഡിങ്ങിന് പോകും. ഈ അരിജാക്കൊക്കെ ലോറിയിൽ കയറ്റുന്ന പണി. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഈ അരിജാക്ക് മുതത്തിട്ടിട്ട് ഇറങ്ങണ സമയത്ത് തണ്ടലം കുളുക്കി. 9 മാസം കിടപ്പിലായി. ഇനിയിപ്പോൾ കാര്യപ്പെട്ടിട്ടുള്ള പണികളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ ഡോക്ടർമാരൊക്കെ പറയുന്നത്. ഇപ്പം എന്ത് ചെയ്യിച്ചാൽ അവൾക്ക് ഈ ഹോട്ടലിൻ്റെ പണികളൊക്കെ വശമുള്ളത് കൊണ്ട് അവൾ ഇഡ്ഡലി ഉണ്ടാക്കി തരും. ഒരു 3 മണി 4 മണി ആകുമ്പോഴേക്ക് ഒരു 10-200 ഇഡ്ഡലി ഉണ്ടാക്കി കിട്ടിക്കഴിഞ്ഞാൽ അത് ഞാൻ ഹൈവേയിൽ കൊണ്ടുപോയി വെച്ചിട്ട് കച്ചവടം ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുടുംബം കഴിഞ്ഞു പോകുന്നത്. ഇപ്പം ഞാൻ വന്നത് എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അവിടെ ഒരു വീട് വെക്കണം. സ്ഥലവും ഇതൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അച്ഛൻ്റെ ഷെയർ പ്രതീക്ഷിച്ചിട്ടാണ് സത്യത്തിൽ ഞാൻ ഇപ്പോൾ വന്നത് തന്നെ. എന്താ അച്ഛൻ മരിച്ചതൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? ആ, അത് ഞാൻ അവിടെ വന്നപ്പോൾ ആ കടയിൽ നിന്ന് അറിഞ്ഞു. ഇത് മരണ സർട്ടിഫിക്കറ്റ് അല്ലേ? എന്റെ മരണ സർട്ടിഫിക്കറ്റ് അല്ലേ? അപ്പൊ ഞാൻ മരിച്ചോ?